ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് പുലാവാണ്. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ പുലാവ് ഇഷ്ടപ്പെടും. ഇതിനാവശ്യമായ സാധനങ്ങൾ: ബീട്രൂട്ട് 1/2 പകുതി, സവാള 2 എണ്ണം, പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി 5 അല്ലി, തക്കാളി 2 എണ്ണം, ചോറ് പകുതി വേവുള്ളത് 1 വലിയ കപ്പ്, ചെറുനാരങ്ങ നീര് 2 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, ചിക്കൻ മസാലപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, എണ്ണ 2 സ്പൂൺ, ഉഴുന്നുപരിപ്പ് 1 സ്പൂൺ, കടുക് കറിവേപ്പില ആവശ്യത്തിന്, കശുവണ്ടി പരിപ്പ് 6 എണ്ണം. തയ്യാറാക്കുന്ന വിധം: ആദ്യമായി ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ചെറുതായി അരിഞ്ഞ് എടുക്കുക. തക്കാളി ചെറുതായി അരിഞ്ഞ് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. കുക്ക് ചെയ്യുന്ന വിധം: സ്റ്റൗവിലേക്ക് കടായി വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുക. കടുക് പൊട്ടിയ ശേഷം ഉഴുന്നുപരിപ്പ് ഇടുക. അതിനുശേഷം കറിവേപ്പില ഇട്ട് ഇളക്കുക. സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞത് എന്നിവ ഇട്ട് വഴറ്റുക. അല്പം ഉപ്പ് ചേർക്കുകയാണെങ്കിൽ സവാള വേഗം വഴന്നു കിട്ടും. കശുവണ്ടി പരിപ്പ് ഇട്ട് വഴന്നതിന് ശേഷം ബീട്രൂട്ട് ചേർത്ത് നന്നായി ഇളക്കുക. ഇവ വഴന്നതിന് ശേഷം മുളക് പൊടി, മസാലപ്പൊടി എന്നിവ ഇട്ട് ഇളക്കി നന്നായിട്ട് വഴറ്റുക. ശേഷം തക്കാളി അരച്ചത് ചേർക്കുക. വെള്ളം വറ്റുന്നത് വരെ വഴറ്റുക. അതിനുശേഷം ചോറ് ഇടുക. നാരങ്ങാ നീരും ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ബീട്രൂട്ട് പുലാവ് റെഡി. നല്ല സ്വാദുള്ള ഈ പുലാവിൻ്റെ കൂടെ അച്ചാറോ പപ്പടമോ റൈത്തയോ സൈഡ് ഡിഷായി വിളമ്പാവുന്നതാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ടിഫിനായും കൊടുത്തുവിടാം. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ.